ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. സമൂഹത്തിന് മുതിർന്ന പൗരന്മാർ നൽകിയ സംഭാവനകളെ ആദരിക്കുന്നതിനും വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും വേണ്ടിയാണ് ഈ ദിനാചരണം. പ്രാദേശികവും ആഗോളവുമായ പ്രവർത്തനങ്ങളെ നയിക്കുന്ന വയോജനങ്ങൾ അവരുടെ അഭിലാഷങ്ങളും ക്ഷേമവും അവകാശങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം ലോകത്ത് 60 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം വർദ്ധിച്ചുവരികയാണ്. ഈ വർഷം 100 കോടി കടന്ന വയോജനങ്ങളുടെ എണ്ണം 2050ഓടെ 200 കോടി കടക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും വയോജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് കാണുന്നത്. കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ 15%-ലധികം മുതിർന്ന പൗരന്മാരാണ്. 2036 ആകുമ്പോഴേക്കും ഇത് 23%-ആയി ഉയരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ വയോജന സംരക്ഷണം ഒരു സാമൂഹിക വിഷയമായി മാറിക്കഴിഞ്ഞു. വാർദ്ധക്യം ഒരു അനിവാര്യതയാണെങ്കിലും പുതിയ കാലത്ത് പല മുതിർന്ന പൗരന്മാരും ഒറ്റപ്പെടൽ, സാമ്പത്തിക പരാധീനത, ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ നിന്നുള്ള അവഗണന തുടങ്ങിയ കടുത്ത വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. വൃദ്ധസദനങ്ങൾ പെരുകുന്നതും ഉപയോഗശൂന്യരായവരായി വയോജനങ്ങളെ കണക്കാക്കുന്നതും ഒരു സാമൂഹിക യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. മുതിർന്ന പൗരന്മാർ നാടിന്റെ അമൂല്യ സമ്പത്താണെന്ന് മനസ്സിലാക്കുകയും അവർക്ക് അന്തസ്സോടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരന്തരീക്ഷം ഒരുക്കുകയും ചെയ്യേണ്ടത് യുവതലമുറയുടെയും സമൂഹത്തിന്റെയും കടമയാണെന്ന് മറക്കരുത്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.